അനിയത്തിയാണ് ഗെയിം കളിക്കാൻ പോകുന്ന വല്ല അറിയാവുന്ന നോക്കുക. ഇവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിമാണ്, ഇവളുടെ ഇഷ്ടപ്പെട്ട ഗെയിമായത്. വലിയ വലിയ കാര്യമായി എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ കളിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചു കൊടുത്തതാ, പോട്ടെന്ന് വെച്ചു. ആ നല്ലോണം കളിക്കാൻ പിടിച്ചു രാവിലെ ഒന്നും കഴിക്കുന്നുണ്ട്. കഥമൊക്കെ ഒറ്റയ്ക്ക് തുറക്കുന്നു. വേദമുണ്ടോ വേദവാള പിടിച്ച് മാറാനാകുന്നു. കഥമൊക്കെ ഒറ്റയ്ക്ക് തുറന്നു തരുന്നു. ചേട്ടാ ഇതൊക്കെ ഓടിപ്പോകുന്നു. ആ അവിടെ റോഡൊക്കെ ഉണ്ടോ? ഹായ് വില കൂടിയ കാറൊക്കെ പോകുന്നുണ്ട്. ഹായ് മൊബൈലുണ്ട്. ഒന്നങ്ങനെ ഒരു മൊബൈൽ വരെയുള്ള അതുമായി ഇറങ്ങിയിരിക്കുന്ന മൊബൈൽ വരെയുള്ള ആ മൊബൈൽ കണ്ടറി ആരാ വിളിക്കുന്ന ഇവാള്? ആരെയാ വിളിച്ചതാ, പക്ഷെ ആരും എടുത്തില്ല. കുതിരയുടെ നമ്പർ ഞാനിത് കളിച്ചിട്ട് പോലും കുതിരയുടെ നമ്പർ കുതിരയുണ്ടോ ഇതിനകത്ത്? അവിടെ എന്തോ ഒന്നടി ഇത് മാജിക് മൊബൈലാണ് സുഹൃത്തുക്കളെ, ഇത് മാജിക് മൊബൈലാണ്. കാണിച്ചു തരാം, ഇപ്പൊ തന്നെ കുറവാകും, കുഴപ്പമൊന്നും പറ്റില്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കരുത്. അയ്യോ അയ്യോ ഇങ്ങനെ കയറാണെങ്കിൽ മാസങ്ങൾ പിടിക്കല്ല എനിക്ക് വെള്ളെത്താൻ. കാലൊക്കെ ഒന്ന് സ്റ്റെപ്പിന്റെ അകത്തൂടെ കയറി പോകുന്നത്. ഇഷ്ടമുള്ള ഗെയിം ആണ്ടാ വീണ്ടും അടുത്ത നേരത്തെ ഇടിക്കുമല്ലായിരുന്നു, വലിയ തമാശ പറയുന്നു. അതൊക്കെ നമ്മളെ പോലും വലിയൊരു കുറവാണല്ലോ. നമ്മുടെ അച്ഛന്മാർ അത്തരമുള്ള കഥ നമ്മളെക്കാളും നമ്മളിതിനത്ര കുഞ്ഞാണെന്ന് തോന്നുന്നു. ഒന്നും കിടക്കാൻ പറ്റത്തില്ല. GTA 5 ആ പിന്നെ നിങ്ങൾ അറിഞ്ഞോ GTA 6ന്റെ ട്രെയിലറൊക്കെയാണ്. എനിക്ക് ഇവിടെ നിന്നിട്ടൊന്ന് ചാടാൻ തോന്നുന്നു, പക്ഷെ എനിക്ക് ചാടാൻ പറ്റുന്നില്ല. നമ്മുടെ ഫാക്ടറി വന്നിട്ട് ഫാക്ടറി കളിക്കുന്നുണ്ടെന്ന് സാരം. നമ്മൾ അപ്പൊ ഇട്ട് പോയ വണ്ടി കൊണ്ടാണ് ഉരുണ്ട് കിടക്കുകയാണ്. അപ്പൊ നേരെ നിന്ന വണ്ടിയാ ഇടിച്ചാണ്. ഇത് വീണ ശബ്ദം പ്ലെയിൻ കയറി പോകുന്നവർ
ടേക്ക് ഓഫ് ചെയ്തു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു തിരിച്ച് പ്ലെയിൻ വരത്തില്ല പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തു അങ്ങ് സ്പേസിൽ പോയിക്കാം നീ ഏതായാലും നമ്മളെ ബൈക്ക് എടുത്തോണ്ട് ബൈക്ക് നമ്മുടെ